ഇത് പൈസയുടെ പ്രശ്നമല്ല. പെൺകുട്ടികളെ ട്യൂഷൻ വിടുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ എവിടെ പോയി? ആഹാ, ഇവിടെ നിൽക്കായിരുന്നു. നിനക്കറിയാമോ, ലക്ഷ്മി ഇവിടുന്ന് രാവിലെ 9:15 പുറപ്പെടുന്നത്. കോളേജിലെത്താൻ കൃത്യം 15 മിനിറ്റ്. അതായത് ക്ലാസ് തുടങ്ങാൻ സമയത്തെ അവൾ അവിടെ എത്തും. വൈകുന്നേരം 3:30 ക്ലാസ് കഴിഞ്ഞാൽ 3:45 അവൾ ഇവിടെ എത്തും. അതായത് വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ കമ്പനികളോ ഉണ്ടാവില്ല. പക്ഷെ ട്യൂഷന് പോയാലോ? ട്യൂഷന് പോയാൽ എന്താ? കോളേജ് പോലല്ല ട്യൂഷൻ ക്ലാസ്. കോളേജിൽ വൈകി ചെന്നാലോ ക്ലാസ് കട്ട് ചെയ്താലോ എന്നെ അറിയിക്കാൻ അവിടെ ആളുണ്ട്. ട്യൂഷൻ അങ്ങനെയാണോ? ഒരു ദിവസം അവൾ അവിടെ ചെന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും? അപ്പോ അനിയത്തിയെ അത്രയ്ക്ക് വിശ്വാസമാണ്. അവൾ എന്റെ അനിയത്തിയാണ്. അവളെ പോലെ നല്ല സ്വഭാവമുള്ള കുട്ടി ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണല്ലേ? അവൾ നല്ല കുട്ടി തന്നെയാ. പക്ഷേ കൂട്ടുകെട്ടുകളാണല്ലോ നമ്മളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും. എന്റെ കാര്യം തന്നെ എടുക്കാം. 6-7 കൊല്ലം ഞാൻ കോളേജിൽ പഠിച്ചിട്ടും ഞാൻ ഒരു വൃത്തികേടിനും പോകാത്തെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? എന്റെ കൂട്ടുകാർ അത്രക്കാരായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ജീവനുണ്ടോ? ആമേ, ലക്ഷ്മിക്ക് ഇപ്പോ വേൾഡ് ഹിസ്റ്ററി ആണല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ ഹിസ്റ്ററിക്ക് ട്യൂഷന്റെ കാര്യം എന്താ? ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുമ്പോ ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയണം. 1498 വാസ്കോഡ ഗാമ എവിടെ കാലുകുത്തി? കാപ്പാട് കാലുകുത്തി. ഇതാണല്ലോ വേൾഡ് ഹിസ്റ്ററി. അതെ, ഇത് മാത്രമാണ് വേൾഡ് ഹിസ്റ്ററി. ഇനി അവൾക്ക് വേറെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. വെറുതെ എന്തിനാ കാശ് മനസ്സമാനം കളയുന്നത്? ആയിക്കോ, എനിക്ക് അവളിപ്പോ ട്യൂഷൻ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഒരു പേപ്പറിന് മോശമായതിന്റെ പേരിൽ നാളൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. മോഹനേട്ടൻ പഠിപ്പിച്ചാ മതി. മതിയല്ലോ? ഓ മതിയേ. മോഹനേട്ടനുള്ളപ്പോ വേറെ എന്തിനാ ഒരു ട്യൂഷൻ? ഭാമേ, ഈ പ്രശ്നമാണ്. ഞാൻ വിചാരിച്ച അവളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇത് തന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു മോഹനേട്ടൻ ലോക ചരിത്രം അരച്ചു കലക്കി കുടിച്ചിരിക്കുകയാണെന്ന്. അവളെ നമുക്ക് ട്യൂഷന് വിടാം. അത് വേണ്ട, അത് റിസ്കാ. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു സാറിനെ കണ്ടുപിടിച്ച് ഇവിടെ വരുത്തി ട്യൂഷൻ എടുപ്പിക്കാം. ഇവിടെയോ? ശനിയാഴ്ച മാത്രം മതി. നിനക്കാവുമ്പോ ശനിയാഴ്ച കോടതിയിലും പോണ്ടല്ലോ. അപ്പൊ നീ ഇവിടെ ഉണ്ടാവും. സാർ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുന്ന സാറുമാരുണ്ടോ ഇക്കാലത്ത്? അത് നീ എനിക്ക് വിടും. ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സാറിനെ ലക്ഷ്മിക്കായി ഞാൻ കണ്ടുപിടിക്കും. അയാൾ ശനിയാഴ്ച ഇവിടെ വന്ന് ലക്ഷ്മിയെ പഠിപ്പിക്കും. പോരെ? നടക്കുവോ? ഭമേ, മോഹനകൃഷ്ണൻ വിചാരിച്ചാൽ നടക്കാത്തത് എന്താ? അപ്പോ നാളെ മുതൽ അവളോട് ട്യൂഷൻ തയ്യാറാക്കണം. സാറ് ഇവിടെ വരും.